നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. വിവിധ തരത്തിലുള്ള ലഗേജുകൾ കൊണ്ടുപോകുന്നതിൽ വിലക്ക് ഏർപ്പെടുത്തി. ഇതറിയാതെ എയർപോർട്ടിലെത്തി പ്രവാസികൾ പണി മേടിക്കരുത്. യാത്രയ്ക്കായി എയർപോർട്ടിലെത്തുന്നതിന് മുൻപ് ലഗേജുകൾ ഇനി പ്രത്യേകം പരിശോധിക്കേണ്ടതുണ്ട്. ജിദ്ദ വിമാനത്താവളം വഴി യാത്ര ചെയ്യുന്നവരാണ് ലഗേജുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. വിവിധ തരത്തിലുള്ള ലഗേജുകൾ കൊണ്ടുപോകുന്നതിൽ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. സുഗമമായ യാത്രയ്ക്ക് വേണ്ടി ജിദ്ദ വിമാനത്താവളം വഴി യാത്ര ചെയ്യുന്നവർ പ്രത്യേകം ഇനി ശ്രദ്ധിക്കണം. വിമാനത്താവള അധികൃതർ നൽകിയിരിക്കുന്ന നിർദ്ദേശം അനുസരിച്ച് മാത്രമേ ലഗേജുകൾ കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. കയറുകൾ കൊണ്ട് കെട്ടിയ ബാഗേജുകൾ, അതുപോലെ തുണി ഉപയോഗിച്ച് കെട്ടിയ ബാഗേജുകൾ, പാക്കിംഗ് വൃത്തിക്ക് ചെയ്യാത്ത ബാഗുകൾ, വൃത്താകൃതിയിലുള്ള ബാഗുകൾ, ടിക്കറ്റിൽ അനുവദിച്ചിട്ടുള്ളതിലും അധികം തൂക്കമുള്ള ലഗേജുകൾ, തുണി സഞ്ചികളിലെ ലഗേജുകൾ, നീളം കൂടിയ വള്ളികൾ കൂടുതലുള്ള ബാഗുകൾ എന്നിവ കൊണ്ടുപോകാൻ സാധിക്കില്ല. ജിദ്ദയിലെ കിങ് അബ്ദുൽ അസീസ് വിമാനത്താവള അധികൃതരാണ് ഇക്കാര്യം അറിയിച്ചിട്ടുള്ളത്. ഇതെല്ലാം കൊണ്ട് യാത്രയ്ക്കായി വന്നാൽ വിമാനത്താവളത്തിൽ നിന്നും പോകാൻ സാധിക്കുന്നതല്ല. വിമാനത്താവള അധികൃതർ നിർദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ ബാഗേജുകളുമായി യാത്രക്കാർ എത്തുക. അതേസമയം ലഗേജ് യാത്രക്കിടയിൽ നഷ്ടപ്പെട്ടു പോയാൽ എന്തു ചെയ്യണം? ലഗേജ് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്നുള്ളത് സത്യമായ കാര്യമാണ്. നിരവധി പേർക്ക് ലഗേജ് തിരികെ ലഭിച്ചിട്ടുണ്ടെങ്കിലും തിരികെ ലഭിക്കാത്ത സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. ലഗേജ് നഷ്ടപ്പെട്ടാൽ പരിഭ്രാന്തരാകാതെ ക്ഷമയോടെ ചില കാര്യങ്ങൾ വളരെ പെട്ടെന്ന് ചെയ്യുകയാണ് വേണ്ടത്. ലഗേജ് എത്രയും വേഗത്തിൽ തിരികെ ലഭിക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കാൻ ഇത് സഹായിക്കും. എന്തൊക്കെയാണെന്ന് നോക്കാം. വിമാനത്താവളത്തിൽ യാത്രക്കാരുടെ ലഗേജ് എത്തുന്നത് ബാഗേജ് കരോസലു, അതായത് വിമാനത്താവളത്തിൽ യാത്രക്കാരുടെ ബാഗുകളുമായി കറങ്ങിയെത്തുന്ന ബെൽറ്റ്. യാത്ര ചെയ്ത വിമാനത്തിന്റെ ലഗേജുകൾ ഏത് കരോസലിലാണോ എത്തുന്നത് അവിടെ നോക്കണം. ചില സമയങ്ങളിൽ ലഗേജുകൾ എത്താൻ കുറച്ചധികം സമയമെടുക്കും. നിങ്ങൾ സഞ്ചരിച്ച എയർലൈനിനായി നീക്കി വെച്ചിരിക്കുന്ന കരോസലിൽ നിങ്ങളുടെ ലഗേജ് എത്തിയിട്ടില്ലെങ്കിൽ മറ്റ് കരോസലുകളിലും കൂടി ഒന്ന് പരിശോധിക്കുക. അവിടെയും ലഗേജുകൾ കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ അടുത്ത നടപടിയിലേക്ക് പ്രവേശിക്കാം. ലഗേജ് നഷ്ടപ്പെട്ടെന്ന് ഉറപ്പായാൽ എത്രയും പെട്ടെന്ന് അക്കാര്യം റിപ്പോർട്ട് ചെയ്യുകയാണ് വേണ്ടത്. ഏത് എയർലൈനിലാണോ യാത്ര ചെയ്തത് വിമാനത്താവളത്തിനകത്തുള്ള അവരുടെ ഓഫീസിലാണ് പരാതി നൽകേണ്ടത്. PIR അഥവാ പാസഞ്ചർ ഇറഗുലാരിറ്റി റിപ്പോർട്ട് വിമാനത്തിലെ എയർലൈൻ ഡെസ്കിൽ ഫയൽ ചെയ്യണം. നിങ്ങൾ ഒന്നിലധികം വിമാനങ്ങളിൽ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ അവസാനമായി ഏത് വിമാനത്തിലാണോ യാത്ര ചെയ്തത് ആ വിമാനത്തിന്റെ എയർലൈൻ ഓഫീസിലാണ് പരാതി നൽകേണ്ടത്. പരാതി ഫയൽ ചെയ്യുമ്പോൾ ലഗേജ് സംബന്ധിച്ച വിശദീകരണവും യാത്രക്കാരനെ ബന്ധപ്പെടാനുള്ള പ്രാദേശിക മേൽവിലാസവും മറ്റു വിവരങ്ങളും നൽകണം. നിങ്ങളുടെ ക്ലെയിം നമ്പറും നഷ്ടമായ ബാഗേജ് റിപ്പോർട്ടിന്റെ കോപ്പിയും അവിടെ നിന്ന് കൈപ്പറ്റേണ്ടതാണ്. ക്ലെയിം നമ്പർ ഉപയോഗിച്ച് നഷ്ടമായ ബാഗേജിന്റെ സ്റ്റാറ്റസ് ബന്ധപ്പെട്ട എയർലൈനിന്റെ വെബ്സൈറ്റിൽ ട്രാക്ക് ചെയ്യാൻ കഴിയും. ബാഗേജ് നഷ്ടപ്പെട്ടതായുള്ള റിപ്പോർട്ട് ബന്ധപ്പെട്ട എയർലൈനിൽ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ പൊതുവെ 2 ദിവസത്തിനുള്ളിൽ ലഗേജ് ഉടമസ്ഥന് ലഭിക്കാറുണ്ട്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.